Hi all, എല്ലാവർക്കും 15 minutes with Anusലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് ഫ്രൈഡ് ചിക്കൻ ആണ്. കൊതി വരുന്നുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ രീതി എങ്ങനെയാ കുക്ക് ചെയ്യുന്നതെന്ന് പല രീതിയിൽ നമ്മൾ ചെയ്തു നോക്കിയത്. അങ്ങനെ ഏറ്റവും സക്സസും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ചിക്കൻ ലെഗ്സിന്റെ ഫ്രൈ മാത്രമല്ല, പോപ്കോൺ ചെയ്യുന്നുണ്ട്. പോപ്കോൺ ആകുമ്പോൾ അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ബോൺലെസ് ആണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, സ്നാക്ക് പോലെ കഴിച്ചുകൊണ്ട് നടക്കാം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ 1000 നന്ദി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഒരു ലെഗ് ഫ്രൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 4 വലിയ ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്, എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പോപ്കോൺ പോലെയാണ്, ചിക്കൻ പോപ്കോൺ. പോപ്കോണിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ബോൺ ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഞാനിങ്ങനെ ചെറുതാക്കിയ കട്ട് ചെയ്തിരിക്കുന്നത്, നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് നീളത്തിലാണ്, പക്ഷേ ചെറിയ പീസാണ്. ഇത് ചിക്കൻ പോപ്കോൺ ആയിട്ട് ഇത് ഞാൻ ഒരു കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. മാരിനേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ആദ്യം എടുത്തിരിക്കുന്നത് 2 നാരങ്ങയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 6 വെളുത്തുള്ളി അല്ലി, ചെറിയ അല്ലിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 5 ഏലക്കയാണിത്. ഈ ഏലക്കയുടെ തൊലി നമ്മൾ എടുക്കത്തില്ല, അതിൻ്റെ കുരു മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതായത് ഒരു നുള്ള് ജീരകമാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക്, ഇത് പൊടിയായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇതിന് ഒരുമിച്ച് പൊടിക്കുമ്പോൾ പൊടിക്കാം, അല്ലെങ്കിൽ പൊടിയായിട്ടായിരിക്കുന്നെങ്കിൽ പൊടിയായിട്ട് എടുത്താലും മതി. അതിനോടൊപ്പം തന്നെ ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നാരങ്ങ കട്ട് ചെയ്ത് ഈ പാലിൽ ഒഴിക്കും. അപ്പം അത് നമുക്ക് പിരിഞ്ഞ് മോരായിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ആദ്യം നാരങ്ങ കട്ട് ചെയ്യാം. നാരങ്ങ പിഴിഞ്ഞെടുക്കണം, അരിയില്ലാതെ വേണം നമുക്ക് അതിൽ ചേർക്കാനായിട്ട്. ഞാൻ 2 നാരങ്ങ പിഴിഞ്ഞെടുത്തു. നല്ലത് അരിയെല്ലാം എടുത്ത് കളഞ്ഞിരിക്കുകയാണ്, അരിച്ചെടുത്ത്. ഇനി നമ്മളിത് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് ഇത് ഒരു 5 മിനിറ്റ് വെക്കുക. നമുക്ക് അന്നേരം പിരിഞ്ഞ് കിട്ടും. ആ ബട്ടർ മിൽക്ക് റെഡിയാവുന്ന സമയം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഈ ആദ്യം ഇതിൻ്റെ ഏലക്കയുടെ തൊലി കളയണം. അപ്പം നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഒരു 24 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കൂടുതൽ ടേസ്റ്റി ആവും. ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. ഇത് മിക്സിയിൽ അടിച്ച പൊടിഞ്ഞ് ഇട്ടാൽ പാടായിരിക്കും, കാരണം അളവ് കുറവായതുകൊണ്ട്. അപ്പം ഞാനിത് കല്ലിലാണ് ഇടിക്കുന്നത്. നമ്മൾ പൊടിയെല്ലാം ചതച്ചെടുത്തു. ഇത് നമ്മൾ മൈദയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്ത പാലും നാരങ്ങ നീരോട് വെച്ചല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പേസ്റ്റാണ് നമ്മൾ ഇച്ചിരി ലിക്വിഡ് ഫോമാണ്, നമ്മൾ സാധാരണ തൈരിൻ്റെ അതേ കൺസിസ്റ്റൻസി. ഇതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പേസ്റ്റ് 2 ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മസാല പിടിക്കണം. ഇതൊരു ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉടനെ എടുത്ത് ഫ്രൈ ചെയ്യാൻ വെക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളെടുത്ത് പുറത്ത് വെക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ ഫ്രൈ ചെയ്യാൻ പാടില്ല.
അപ്പോഴത്തേക്ക് നമ്മുടെ ഓയിലിൻ്റെ ടെമ്പറേച്ചറൊക്കെ താഴ്ന്ന് നല്ലപോലെ ഫ്രൈ ചെയ്ത് കിട്ടത്തില്ല. അത് നമുക്കൊരു 4 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഇത് അടച്ച് വെച്ചേക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കുക. 4 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുക്കുക. ഇത് നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ച ചിക്കനാണ്. ഫ്രീസറിൽ നിന്ന് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി. ഇനി നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. മാറ്റുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ലിക്വിഡില്ലേ, അതിനകത്ത് കാണാം. രണ്ടും കൂടെ നമുക്ക് യോജിപ്പിക്കണം. ഇതിൽ നിന്നും നമ്മൾ ചിക്കൻ പീസ് മാറ്റുകയാണ്. രണ്ടിനും ഒരേ രീതി ആയതുകൊണ്ടാണ് രണ്ടും ഞാൻ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. രണ്ടും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് നമ്മളിനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. 2 മുട്ടയാണ് ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നത്. പൊട്ടിച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, തോട് വീഴാതെ ഒഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് നിങ്ങളിലോട്ട് മാറ്റിയാലും മതി. നമ്മളിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സൊല്യൂഷനും വേണം, നമുക്ക് കുറച്ച് ഡ്രൈ ഫ്ലോറും വേണം. ഇത് ഞാൻ 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും കൂടി എടുത്തതാണ്. 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലോറും. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ലെഗ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ലെഗ് പീസ് എടുത്തിട്ട് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത ആ സൊല്യൂഷനിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പൊടിയുണ്ടല്ലോ, മൈദയും കോൺഫ്ലോറും മുളക് പൊടിയൊക്കെ ചേർത്ത് അതിലൊന്ന് നന്നായിട്ട് മുക്കുക. എന്നിട്ട് നന്നായിട്ട് മുക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ സൊല്യൂഷനിൽ മുക്കുക. മുക്കിയിട്ട് വീണ്ടും നമ്മുടെ പൊടിയിൽ മുക്കുക. നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്ന ഫ്രൈ പാനിലല്ല, നമ്മളിന്ന് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ 4 പീസും ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പം 4 പീസും നമ്മൾ എല്ലാം ചേർത്ത് വെച്ചു. ഇതിനി ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിനി ആ ബാക്കിയുള്ള പൊടിയിൽ നമ്മുടെ പോപ്കോണിന് വേണ്ടിയുള്ള സാധനം കൂടെ നമുക്കൊന്ന് ചെയ്തെടുത്ത് വെക്കാം. ഒരുമിച്ച് ഫ്രൈ ചെയ്യാം നമുക്ക്. എന്നിട്ട് പോപ്കോണിനകത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ കോൺഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കുന്നുണ്ട്. പോപ്കോണിനകത്ത് മാത്രമേ നമ്മളിത് ചേർക്കുന്നുള്ളൂ. കൂടുതൽ ക്രിസ്പ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ കോൺഫ്ലേക്സ് ഇവിടെ യൂസ് ചെയ്തത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കൂടുതൽ ക്രിസ്പിനെസ്സിന് വേണ്ടി മാത്രം ഞാൻ ചേർത്തതാണ്. ഇപ്പം ഞാൻ കുക്കർ ചൂടാക്കി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ ടേസ്റ്റ് മാറും. പിന്നെ എന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഒരു ഏതാണ്ട് 1/2 ലിറ്ററോളം വേണ്ടി വരും. നന്നായിട്ട് ഡീപ് ഫ്രൈ ആയി കിട്ടണം. അതിന് വേണ്ടിയുള്ള വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യണം. മുങ്ങി കിടക്കാൻ വേണ്ടിയുള്ള എണ്ണ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് അകം വേവാതായി പോവും. നമ്മളിത് ചെറിയ പീസാക്കിയ കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷെ ലെഗ്സിന് മാത്രമേ ഉള്ളൂ ഇത്തിരി വേവാൻ പാട്. ഈ പോപ്കോൺ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ചിക്കൻ പോപ്കോൺ തയ്യാറായി. ഇതാണ്ട് ഇപ്പം തന്നെ ഈ ചൂടായ എണ്ണയിൽ തന്നെ നമുക്ക് എണ്ണ വേസ്റ്റ് ചെയ്യണ്ട. അതിലേക്ക് തന്നെ ഇട്ട് നമുക്ക് നമ്മുടെ ലെഗ് ഫ്രൈയും കൂടെ അങ്ങ് ചെയ്യാം. നമ്മൾ ലെഗ് ഫ്രൈ ചെയ്യുന്നതിലൊരു വ്യത്യാസമുണ്ട്. അതായത് ആദ്യം ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കുക്കറിൻ്റെ ലിഡ് വെച്ച് അടച്ച് 1 വിസിൽ കേൾപ്പിക്കണം. അതിന് വേണ്ടിയാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ കുക്കർ എടുത്തത്. ഹൈ ഫ്ലെയിം ഇടരുത്, മീഡിയം ഫ്ലെയിം തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ പീസ് ചെയ്യുവാണെങ്കിൽ 4 പീസ് കൂടുതൽ അറ്റ് എ ടൈം വേവിക്കരുത്. ഒരു സൈഡൊന്നും ഒരിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കണം.
തിരിച്ചിട്ടിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് ഒരു വിസിൽ കേൾപ്പിച്ചിട്ട് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമ്മൾ 2 മിനിറ്റോളം ഇത് അടച്ച് വെച്ചേക്കുക. അടച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ വിസിൽ മാറ്റിയിട്ട് അപ്പോഴേ എടുക്കുക. ഞാൻ കഷ്ണങ്ങൾ തിരിച്ചിട്ടു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒരു വിസിലേ കേൾക്കാൻ പാടുള്ളൂ. ഒരു വിസിൽ കൂടുതൽ കേൾക്കണ്ട. കറക്റ്റ് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ. വിസിലൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അടയ്ക്കാൻ. ഒരു വിസിൽ വരുന്ന ആ സെക്കൻഡ് നമുക്കത് ഓഫ് ചെയ്യണം. ഒരു വിസിൽ വന്നു, അത് മതി, നമുക്ക് ഓഫ് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോഴേ നിങ്ങൾ വിസിൽ ഇത് എടുത്ത് കളഞ്ഞ് വിസിലെടുക്കണം. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോപ്കോണും ഫ്രൈഡ് ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതാണ്ട് പോപ്കോണിന്റെ പകുതി മോൻ റാഞ്ചിക്കൊണ്ട് പോയി. അപ്പൊ അത്രയ്ക്ക് ടേസ്റ്റിയാണത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.